നമ്മൾ മലയാളികൾക്ക് നമ്മുടെ നാടൻ ഭക്ഷണ രീതികളോട് എന്നും പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. നമ്മുടെ ഓരോ ഭക്ഷണത്തിന്റെ പുറകിലും ഓരോ കഥയുണ്ട്. ഈ ഓണത്തിന് നമുക്ക് കേരളത്തിലെ ഓരോ ജില്ലകളിലൂടെയും വ്യത്യസ്തമായ വിഭവങ്ങളിലൂടെ രുചികരമായി യാത്ര ചെയ്താലോ? വെൽക്കം ടു ക്യോക്കർ ഓണ മഹോത്സവം. ഓരോ ജില്ലകളിലെയും ഓരോ വ്യത്യസ്ത ഡിലീഷ്യസ് ആയിട്ടുള്ള വിഭവങ്ങളാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് സദ്യയിൽ ആദ്യം വിളമ്പുന്ന തിരുവനന്തപുരം സ്റ്റൈൽ അവിയലാണ്. കേരളത്തിലെ തിരുവിതാംകൂർ മഹാരാജ്യത്തെ രാജാവ് ഒരിക്കലും ഒരു വലിയ വിരുന്ന് സംഘടിപ്പിച്ചു. അന്ന് അവിടെ ഒത്തുകൂടിയവർക്കെല്ലാം ഭക്ഷണം തികയാതെ വന്നു. വൃത്തിയാക്കുന്നതിൽ വേസ്റ്റേജ് കൂടുതൽ വരുന്നത് കണ്ട രാജാവ് പാചകക്കാരെ വിളിച്ച് ആ പച്ചക്കറികളും ഉള്ള ചേരുവകളും ചേർത്ത് ഒരു വിഭവം തയ്യാറാക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് അവിയൽ ഉണ്ടായത്. നീളത്തിൽ കട്ടി വെച്ച എല്ലാ പച്ചക്കറികളിലേക്കും മഞ്ഞപ്പൊടിയും ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ വാഴയില വെച്ച് ആവി പുറത്തു പോകാതെ അടച്ചു വെക്കുകയാണ്. ആവിയിലാണ് ആ പച്ചക്കറി എല്ലാം വെന്ത് വരുന്നത്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് 2 പച്ചമുളക്, ജീരകം, തേങ്ങ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ന്യൂട്രീഷ്യസ് ട്വിസ്റ്റ് കൂടി ആഡ് ചെയ്യാം. ഈ സമയത്തിലേക്ക് ക്യോക്കറോട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഹോൾ ഗ്രെയിൻസ് വെച്ച് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഒരു ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. തേങ്ങയിലും കുറച്ച് അളവ് കൂട്ടിയാണ് നമ്മൾ ഓട്സ് എടുക്കുന്നത്. അതെല്ലാം നന്നായിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് വെന്ത് വന്നു. മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ ഓട്സിന്റെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം നമ്മൾ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചു. ഇനി സമയം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഒട്ടും പുളിയില്ലാത്ത കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വിത്ത് ദി ഗുഡ്നെസ് ഓഫ് ക്യോക്കറോട്സ് നമ്മുടെ തിരുവനന്തപുരം അവിയൽ റെഡി ആയി കഴിഞ്ഞു. ക്യോക്കർ ഓണ മഹോത്സവം അടുത്ത ഡിഷുമായി അടുത്ത ഡിസ്ട്രിക്റ്റിൽ. ടിൽ ദെൻ സ്റ്റേ ട്യൂൺ ദ ക്യോക്കർ വേ.